കോഴിക്കോട് ബീച്ചിൽ 2500 അടി ഉയരത്തിൽ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കൂടിയിൽ ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുളുടെ പോലെ പാടം പൊത്തിക്കൊണ്ടിരിക്കാൻ പോയിട്ട് ഇത് പല പല ഭാഗത്ത് പോകുന്നത്, നേരിട്ട് പോകല്ല. അതിന് ഉദാഹരണം മാത്രമാണ് ആ വളവും കിടക്കേണ്ട അങ്ങ് താഴെ അങ്ങ് താഴ്ഭാഗത്ത് പാറയുടെ മോളിക്കൂടെ അധികം വെള്ളം ഒഴുകി പോകില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പോയാലും പാറയുടെ മോളിക്കൂടെ അധികം വെള്ളം ഒഴുകും. പാറയുടെ പൊത്തികളെ പോയിട്ട് ഇത് പല പല ഭാഗത്ത് പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ വരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുഴിയും വെള്ളക്കടലിൽ വീണ് പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പൊക്കുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് പറയുന്നത്. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ട പക്ഷെ വെള്ളത്തിൽ പുറം ലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയും ക്യാമ്പിൽ പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയർ വിദ്യാർത്ഥി സഖാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട് സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേട്ടുകൾക്ക് മാത്രമേ. അന്ന് ഓപ്പൺ പ്ലേസ് ടൂറിസം ഒന്നും ഇല്ല. അന്നെല്ലാം വിവാദമായ കേസുകളല്ലാതുകൊണ്ട് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുഴ കടന്ന് കാട്ടിക്കുണക്കറിയ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഈ വെള്ളം ഒഴുകി പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നിങ്ങൾ വരുമ്പോ കരിയാത്തുംപാറ തോട്ടാണ് ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്ന വെള്ളം. എത്തണമെങ്കിൽ കരിയാത്തുംപാറ 3.5 കിലോമീറ്റർ പുഴക്കൂടെ മാത്രം 2 മനയുടെ ഇടയിൽ കൂടെ കൊണ്ടുപോയില്ല. മാത്രമേ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി ആരോഗ്യത്തേക്ക് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് പേര് വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. നമ്മൾ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരഗിരി, അതിരപ്പടയിലും പോവാണെങ്കിൽ അതിന് താഴ്ഭാഗത്ത് മോളിൽ നിന്ന് ആഞ്ഞ് പതിക്കുന്നതാണ്, ഇത് കാണില്ല. പിന്നെ ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ആ പാലത്ത് വന്നാൽ ഇതിന് യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളത്തോടെ കാണാൻ പറ്റും. പൊളിഞ്ഞു പോകാൻ കാരണം 2015 പ്രളയത്തിലൊക്കെ അങ്ങോട്ട് മുന്നോട്ട് കാണിച്ചു. പിന്നെ വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് ഒരു മനുഷ്യന്റെ മുഖച്ചാള മാറുള്ള മാത്രമാണ് 10 കിലോമീറ്റർ കരയാടി കൂടിയത് അതിന് തടിമാരം കാടാണ്ടിനുള്ളിൽ ഇപ്പൊ കടുവയുണ്ട്, പുലിയുണ്ട്, എല്ലാ മൃഗങ്ങളുമുണ്ട്. പിന്നെ അപ്പക്കൊട്ടം പള്ളിക്കുന്നതിന്റെ ലേഖനത്തിൽ രാജന്റെ ബോഡി മത്സരത്തിന്റെ പാറ കാണിക്കുന്ന ഫോട്ടോ ഏതാന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ടുകളിൽ മാത്രമേ. അല്ല, മഴക്കാലത്ത് വെച്ച് ഓവർ വെള്ളച്ചാട്ടം. പക്ഷെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ താഴ്ഭാഗത്താണ് കോടയായിരിക്കും. കോട മാറിക്കഴിഞ്ഞാൽ കാറ്റ് കോട മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവില്ല. അവിടെ വെള്ളച്ചാട്ടിലെ പാറകളാണ്. നല്ല കാറ്റാ.